ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുതുകാവിൽ പൊങ്കാലയാണ്. അങ്ങനെ പൊങ്കാല ഇടാനായിട്ട് പോവുകയാണ് ഞങ്ങളുടെ കൂട്ടുകാരും ഞാനും എല്ലാവരും കൂടെ ചേർന്നാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ വർഷവും ഇപ്പോൾ ഞങ്ങൾ ഇടാറുണ്ട്. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഓഫീസിലാണ് ഇടുന്നത്. എല്ലാ വർഷവും ഇപ്പോൾ ഇടാറുണ്ട്. ഇത് വഴിയോര കാഴ്ചകളാണ്. എല്ലാവരും തണൽ ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ഇടുന്നു. ഇവിടെ എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് പൊങ്കാല ഇടുന്ന പതിവായിരുന്നു. പക്ഷേ ഇന്നലെ ആറ്റുകാൽ ഭഗവതിക്ക് പൊങ്കാല ആയതിനാൽ അവിടെ പോയതുകൊണ്ടായിരിക്കാം ഇന്ന് ഒരുപാട് ആൾക്കാർ കുറവാണ്. എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് വളരെ കുറവാണ്. ഈ റോഡിൻ്റെ സൈഡുകളിലെല്ലാം നിറഞ്ഞിരിക്കുന്നതായിരുന്നു. ഏതായാലും ഞാൻ ആ തണലുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ എല്ലാം വീഡിയോ കൃത്യമായിട്ട് എടുക്കാൻ നോക്കി അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. കണ്ട കൂട്ടുകാരെ, വളരെ കുറവാണ്. ഇവിടോട്ടൊന്നും ഭയങ്കര റെസ്ട്രിക്ഷനായിരുന്നു. ഇപ്പോൾ ഒരു 9 മണി സമയമാണ് ഞാനങ്ങോട്ട് പോകുന്നത്. കണ്ട, ഇതിപ്പോൾ അമ്പലത്തിൻ്റെ ഏതാണ്ട് അടുത്തെത്താറായി. ആ സൈഡിലുള്ള കലങ്ങളൊക്കെയാണ് ഇത്. കണ്ട, ചെമ്പ് കലം, ഇഡലി പാത്രം, പല പാത്രങ്ങളിലായിട്ടാണ്. കലവും ഉണ്ട്, മൺകലവും ഉണ്ട്, എല്ലാ കണ്ട പാത്രങ്ങൾ കണ്ട പലതരത്തിലുള്ള പാത്രങ്ങളാണ് വച്ചിരിക്കുന്നത്. ചിലപ്പോൾ പൊങ്കാല ഇഡലി പാത്രത്തിൽ ചിലപ്പോൾ തെരളിയപ്പം ആയിരിക്കാം. ഇഷ്ടമുള്ള എന്താണോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അതെല്ലാം ഉണ്ടാക്കി ഭഗവതിക്ക് നൽകാം, അതായിരിക്കാം. ഞങ്ങൾ പൊങ്കാലയാണ് ഇടുന്നത്. ദാണ്ട അവിടെ ആ ഭാഗത്ത് മാത്രം ദാണ്ട സാധനങ്ങൾ വാങ്ങിക്കാനും എല്ലാം പോകുന്നതിൻ്റെ ഒരു തിരക്കുണ്ട്. കലമൊക്കെ അവിടെ ഇട്ട് വിൽക്കുന്നു. ആ റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് ദാണ്ട അതിൻ്റെ സൈഡിലായിട്ടും കടകളുടെ മുമ്പിലുമൊക്കെ ദാണ്ട പാത്രങ്ങളിട്ട് വിൽക്കുന്നു. സ്റ്റീൽ പാത്രങ്ങൾ. കച്ചവടം തകൃതിയായിട്ട് നടക്കുന്നു. അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലൂടെ ഇങ്ങനെ പോയപ്പോഴുള്ള കാഴ്ചയാണ്. സാധാരണ അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ പോകാൻ പറ്റാറില്ല. ഇനി ചിലപ്പോൾ 9:30 കഴിയുമ്പോൾ റെസ്ട്രിക്ഷൻ വരുമായിരിക്കും. എന്നാലും എല്ലാ വർഷത്തെയും അപേക്ഷിച്ച് തീരെ കുറവാണ്. ഇത്രയൊന്നും അല്ല പൊങ്കാല ഇടാൻ ആളുകൾ വരുന്നത്. 2 പൊങ്കാലയും തലേന്നും പിറ്റേന്നും, ആറ്റുകാലമ്മയുടെ പൊങ്കാലയും ഇത് തലേന്നും പിറ്റേന്നും ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കുറവ്. ആളുകൾ ഒരുപാട് കുറവാണ്. ചിന്നക്കട ഒക്കെ ഇഷ്ടം പോലെ അങ്ങ് അറ്റം വരെ ആൾക്കാരുടെ തിരക്കുള്ളതായിരുന്നു. ഇത് ഭഗവതിയുടെ ദാണ്ട ഒരു പൂജയൊക്കെ ലേഡീസൊക്കെ കുടവുമായിട്ടൊക്കെ പോകുന്നു. ഇതാണ് ഭഗവതിക്ക് പണ്ടാര അടുപ്പിൽ ദാണ്ട അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ വച്ചിരിക്കുന്നു പൊങ്കാല ഇടുന്നതിനായിട്ട്. ദാണ്ട സൈഡിലെല്ലാം ആളുകളെല്ലാം നിൽക്കുന്നു. പാത്രങ്ങളെല്ലാം റെഡിയായി. തീരെ കുഞ്ഞു പാത്രങ്ങൾ വരെയുണ്ട്. കലം കമത്തി വെച്ചിരിക്കുന്നു. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ചിരിക്കുകയാണ്. കലം നല്ല വെയിലത്ത് ഉണക്കി വെക്കുകയാണെങ്കിൽ എളുപ്പം തിളയ്ക്കുമെന്നാണ് കടക്കാരൻ പറഞ്ഞത്. ഞാൻ അത് ചെയ്തു. അതുപോലെ തന്നെ ആയിരുന്നു. കലം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് ആ സമയത്ത് മാത്രം വെള്ളം ഒഴിച്ചാൽ എളുപ്പം കലം തിളയ്ക്കും. കലത്തിലൊഴിക്കുന്നതുകൊണ്ട് ആംബുലൻസ് ഉൾപ്പെടെയുള്ള എല്ലാ ഫെസിലിറ്റീസും അതിൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. ആളുകൾ തീരെ കുറവാണ്. കണ്ട, ഇങ്ങനെയൊന്നും അല്ല, ഇങ്ങോട്ടൊന്നും നമുക്ക് കാണാൻ പോലും പറ്റാത്ത അത്ര തിരക്കായിരുന്നു കഴിഞ്ഞ വർഷവും എല്ലാം. ഇതെന്ത് പറ്റിയെന്ന് അറിയാൻ വയ്യ, ഇത്രയും കുറവ് വരാൻ. ചിന്നക്കടയിൽ പുളിമൂട്ടിൽ സിൽസിൻ്റെ അവിടെ ഫോട്ടോ സ്റ്റാൻഡിൽ കണ്ട അവിടെ എല്ലാവരും കണ്ട എല്ലാ വർഷവും ഇടാറുണ്ട്. അത് തവണയും അവർ ചെയ്യുന്നു. കണ്ട, പിന്നെ കല്യാൺ സിൽസിൻ്റെ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. തണലുള്ള ഭാഗങ്ങളിൽ മാത്രം കട്ടയെല്ലാം നിരത്തി ആളുകൾ പൊങ്കാല ഇടുന്നു. പൊരി വെയിലായിരിക്കും ആ സമയത്താണ് പൊങ്കാല. അതുകൊണ്ട് എല്ലാവരും അത് നോക്കിയാണ് കട്ട നിരത്തി വയ്ക്കുന്നത്. ഞാനങ്ങനെ ഞങ്ങളുടെ സ്ഥലത്തെത്താറായി. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കൂടെ എല്ലാ വർഷവും ഇടാറുണ്ട്. അങ്ങനെ വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്ന് അങ്ങ് വെച്ചു. അവിടെ അതിൻ്റെ ഞങ്ങളുടെ ആ ഓഫീസിൻ്റെ കാർ പോർച്ചിലാണ് ഞങ്ങൾ എല്ലാ വർഷവും ഇടുന്നത്. അവിടെയൊക്കെ കഴുകി കട്ടയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. രാവിലെ വന്നാണ് ചെയ്തതെന്ന്. ഞങ്ങൾ 1 മണിക്കൂർ നേരത്തെ വന്നു. കലത്തിന് അടപ്പും വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ വന്നത്. വാഴയില, പൂവ്, ബാക്കി സാധനങ്ങളെല്ലാം അതിലുണ്ട്. അങ്ങനെ ഏതാണ്ട് സമയമൊക്കെ ആവാറായി. ഞാൻ കലം വച്ചു. കണ്ട, ഞങ്ങൾ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ പോയി കുറിയൊക്കെ കൊണ്ടുവന്ന് കലത്തിലൊക്കെ. പിന്നെ ദാണ്ട വാഴയിലയിൽ ഗണപതി ഒരുക്കൊക്കെ വെച്ചു. അവരവരൊക്കെ ഇഷ്ടമുള്ളതനുസരിച്ച് വയ്ക്കാം. പഴവും
ശർക്കരയും പിന്നെ തേങ്ങയും എല്ലാം വയ്ക്കുന്നവരുമുണ്ട്. നമുക്ക് അവരവർക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം. അങ്ങനെ ഓരോ ഇലയിലെയും വൈവിധ്യം കണ്ട ഒരാൾ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ ഇപ്രാവശ്യം ദാണ്ട നാരങ്ങയുടെ അകത്തുള്ളതെല്ലാം കളഞ്ഞ് ഇല്ല, നാരങ്ങ വിളക്കിൻ്റെ കണക്ക് ഞാനെല്ലാം റെഡിയാക്കിയിട്ട് അവിടെ നിൽക്കുകയാണ്. കൂട്ടുകാർക്കൊന്നും വീഡിയോ എടുക്കുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. അത് കാരണം ഞാൻ അവരെ ഒന്നും എടുത്തില്ല. ഞാൻ മാത്രം വീഡിയോ എടുത്ത് എന്നെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. നമ്മൾ മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മൾ ചെയ്യേണ്ട. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ എടുത്തു. ഇതാണ് അങ്ങനെയെല്ലാം ഞങ്ങൾ കണ്ട അപ്പുറത്തെ മുകളിൽ പൊങ്കാല ഇടുന്നിടത്ത് പോയി നമ്മുടെ ഫ്രണ്ട് തീ കൊണ്ടുവന്ന് ഞങ്ങൾ കണ്ട എല്ലാവരും ഒരുമയോടുകൂടി സ്നേഹത്തോടെ അവരവരുടെ കലങ്ങളിലെ പൊങ്കാല ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ കലവും തിളയ്ക്കുന്നു. ഈ തിളയ്ക്കാൻ തുടങ്ങുന്നതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന പൊങ്കാല ഇടുന്നത്. അതാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. ഭഗവതിയുടെ അനുഗ്രഹം കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ തിളച്ച് തൂകി എവിടെ വീഴുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ദിക്കിലേക്ക്, അതിനൊക്കെ ഓരോ ഫലങ്ങളുണ്ട്. അങ്ങനെ ഏറ്റവും അറ്റത്ത് കാറ്റ് കൂടിയ സ്ഥലത്ത് എളുപ്പം തിളച്ച് വരും. നല്ല തീയും എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെ വേണ്ട അങ്ങ് വലത്തെ അറ്റത്തിരിക്കുന്ന കലം വേണ്ട ആദ്യം തിളച്ചു. പിന്നെ വേണ്ട അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന കലം തിളച്ച് വരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന് കുരവ ഇടാനൊക്കെ പഠിച്ചുകൊണ്ടാണ് വന്നത്. ഫ്രണ്ടിനെ ഞാൻ കാണിക്കുന്നില്ല, കാണിച്ചാൽ ഇനി പിണങ്ങിയല്ലോ, അതുകൊണ്ടാക്കി കാണിക്കാൻ. ആദ്യമേ പറഞ്ഞു ആരെയും കളിയാക്കരുതെന്ന്. അങ്ങനെ നോക്കിയാണ്, ഫ്രണ്ടാണത്. നോക്ക്, ഇതാണ് ഞാനിട്ട പൊങ്കാലയുടെ കലം. അത് ഇവരുടെ എല്ലാം തിളച്ച് കഴിഞ്ഞിട്ടാണ് തിളച്ചത്. കലത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ്. അങ്ങനെ ഏതാണ്ട് പൊങ്കാലയൊക്കെ ഇങ്ങനെ അരിയിട്ട് കഴിഞ്ഞ് ഇതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നിന്ന് തേങ്ങയൊക്കെ തിരുകി ശർക്കരയും പഴവും എല്ലാം അരിഞ്ഞ് കവറിൽ സെറ്റാക്കിയാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് എനിക്കിതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ അതെല്ലാം ഇട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇളക്കണം. അതാണ്, അല്ലെങ്കിൽ ഇതെല്ലാം തൂവിക്കളയും. തീയും കുറച്ചിടണം. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ച് മതി. അതിൻ്റെ ആവിയിൽ അത് കിടന്നങ്ങ് തിളച്ചോളും. ഇത്രയും തീ കൂടിയ കങ്ങുന്ന ഒരു രുചി വരും. അത് പാടില്ല. നമ്മൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, പിന്നെ അവസാനം നമ്മൾ ഏലക്ക ഇടണം. അതും ഇമ്പോർട്ടൻ്റാണ്. പിന്നെ അവസാനം നെയ്യ് ഒഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇതാണ് പൊങ്കാല. അങ്ങനെ പൊങ്കാല ഈ വർഷവും ഇടാനൊരു ഭാഗ്യം വന്നു. നമുക്ക് അതിനുള്ളൊരു മനസ്സും എല്ലാം നമുക്ക് ഉണ്ടാവണം. എങ്കിലേ നമുക്ക് പൊങ്കാല ഇടാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ പൊങ്കാലയൊക്കെ ഇട്ടു. അവസാനം തീർന്ന് വേണ്ട ഒരിലയും ഞാൻ അടപ്പും കൊണ്ടാണ് പോയത്. അതൊക്കെ വെച്ച് അടച്ച് ഞങ്ങളുടെ ഓഫീസ് വർക്കിലേക്ക് കടന്നു. 12:30 മണിയായപ്പോഴാണ് ഇത് നിവേദിക്കുന്നതിന് വന്നത്. എന്നിട്ട് ഞങ്ങളിതെല്ലാം എടുത്ത് അകത്ത് വെച്ച് എല്ലാവർക്കും വരുന്നവർക്കൊക്കെ കൊടുത്ത്. ഇതായിരുന്നു ഇന്നത്തെ പൊങ്കാല വിശേഷം. എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ.